ചെറുപ്പത്തിലെ മദ്രസയിൽ പഠിച്ച കാര്യമാണ്. നമുക്കറിയാം ഖുറൂജു ശൈഇൻ മിൻ അഹദി സബീലൈനി, മുന്തുവാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെയോ വല്ല വസ്തുവും പുറപ്പെടുക, വലൗ റീഹൻ, അത് കീഴ്വായു ആയാലും ശരി ഉളു മുറിയുന്നാണ് പഴയ കാലം മുതലേ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. മുജാഹിദിന്റെ നേതാവ് എഴുതിയ നമസ്കാരം എന്ന് പറയുന്ന പുസ്തകമാണിത്. ഇതിൽ ഞാൻ ഇതിന്റെ 16ാമത്തെ പേജാണ്. ഉസു മുറിയുന്ന കാര്യങ്ങൾ മുജാഹിദിന് അങ്ങനെയല്ലേ, ഉസു കുസു എന്നൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അതിൽ പറയുന്നത് എന്താ കേട്ടോളൂ, ഞാൻ വായിക്കാം. താഴെ പറയുന്ന കാരണങ്ങളാൽ വുസു ദുർബലപ്പെടുന്നതാണ്. അതായത് ഉളു ദുർബലപ്പെടും. 1, മലമൂത്രദ്വാരങ്ങളിലൂടെ വല്ലതും പുറപ്പെടുക. എന്നിട്ട് ഇൻ ബ്രാക്കറ്റിൽ എഴുതുകയാണ് എന്താ, കീഴ്വായു ആയാൽ, കീഴ്വായു പോയാൽ അങ്ങനെ പെട്ടെന്നൊന്നും ഉളു മുറിയില്ല. കീഴ്വായു ആയാൽ വാസനയോ ശബ്ദമോ ഉണ്ടായെങ്കിലേ ഉളു മുറിയുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്, മലയാളത്തിലാണ്, ആർക്കും വന്ന് നോക്കട്ടോ, മലയാളാണിത്. കീഴ്വായു പോകുമ്പോ പതുക്കെ ആരും അറിയാതാണ് പോയത് കൊണ്ട് ഉളു മുറിയില്ല. പിന്നെ എന്ത് വേണം? തലച്ചുലച്ചു വരുന്ന സുനാമി പോലെ പ്രകമ്പനം കൊള്ളിച്ചു ഉച്ചത്തിൽ വരണം. എന്നാ പിന്നെ ഓന്റെ ഉളു ഒന്ന് മുറിഞ്ഞു കിട്ടിയത് തന്നെ ഫലില്ലാഹിൽ ഹംദ്. അല്ലെങ്കിൽ പിന്നെ കതീന പൊട്ടിക്കുമ്പോഴാവുന്ന മണം ഉണ്ടാവുള്ളൂ, ആ ദുർഗന്ധം, അതുപോലെ മണപ്പിച്ചിട്ട് എരപ്പാക്കണം, എന്നാലും ഓന്റെ ഉളു മുറി. അല്ലാതെ ഓന്റെ ഉളു മുറിയില്ല എന്ന് പച്ച മലയാളത്തിലല്ലേ എഴുതി വെച്ചത്. ഈ ജാതി ഇമാമിനെ തുറന്ന് നിസ്കരിച്ചാൽ നിൽക്കാറും ശരിയാകും, നിങ്ങൾ പറയും. ഇനി അവന്റെ നിൽക്കാറും ശരിയാകൂല എന്ന് പറയണമെങ്കിൽ അത് സമസ്തനോട് ഫത്വ ബോർഡിനോട് ചോദിക്കണോ? ഇതിപ്പോ ചെറിയ അശുദ്ധിയുടെ കാര്യം പറയാൻ മടിയുണ്ട്, പറയല്ലാതെ എന്താ ചെയ്യാ, മുജാഹിദ് എഴുതിയതല്ലേ. ഇത് നോക്ക്, വലിയ അശുദ്ധിയുടെ കാര്യം മുജാഹിദ് നേതാവ് പോലെ വലിയ ഹദീസ് പണ്ഡിതൻ എഴുതിയതാ. ഇതിലെന്താ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. മുജാഹിദുകൾ രേഖപ്പെടുത്തുകയാണ്. എന്താണ് അതിൽ പറയുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നു, വലിയ അശുദ്ധി ഉണ്ടാകൽ എങ്ങനെയാണ്? നമുക്കെല്ലാവർക്കും അറിയാം, മനിയ് പുറപ്പെടുക, അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുക, സ്ത്രീകൾക്ക് ആർത്തവരക്തം മുറിയുക, പ്രസവിക്കുക പോലത്തെ കാര്യങ്ങൾ ഉണ്ടായാൽ പിന്നെ കുളി നിർബന്ധമാകും. വലിയ ശുദ്ധി ഉണ്ടായി കുളി നിർബന്ധമാകും, എല്ലാവർക്കും അറിയാം. എന്നാ നിങ്ങൾക്കറിയോ മുജാഹിദിന്റെ ഈ നേതാവ് ഇതിൽ എഴുതുന്നത് എന്താണ്? ഈ പറഞ്ഞ വലിയ ഹദീസ് പണ്ഡിതൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇയാൾ കണ്ടോ, ജിഹാദ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ എഴുതുന്നത് എന്താണ് കേട്ടോളൂ. പുരുഷന് വികാരം മൂർച്ഛിക്കുമ്പോൾ ലൈംഗികാവയവങ്ങൾ സ്പർശിക്കാത്ത നിലക്ക്, വികാരം എന്ന് പറഞ്ഞാൽ ശഹ്വത്ത്, അപ്പോഴാണത് പുറപ്പെടുക. ഈ വികാരം മൂർച്ഛിക്കുന്ന സന്ദർഭത്തിൽ ലൈംഗിക അവയവങ്ങൾ സ്പർശിക്കാത്ത നിലക്ക് അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല. ബീജം എന്ന് പറഞ്ഞാൽ മനിയ്, അല്പം മനിയൊന്നും പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല. ഒരു സൊസൈറ്റിക്ക് കൊടുക്കാൻ മാത്രം ഉണ്ടായി കുളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പതരം മത ഏതാ എനിക്ക് മനസ്സിലാണില്ല. മലയാളത്തിലല്ലേ എഴുതി വെച്ച്, നിങ്ങൾ നോക്ക്. അല്പം ബീജൊന്നും പുറത്ത്, അപ്പൊ ഇവർക്ക് ഇത് എത്ര വിരലെന്നാവോ എനിക്ക് അതും മനസ്സിലാണില്ല. സുബ്ഹാനല്ലാഹ്, എന്താണ് മലയാളത്തിൽ എഴുതി വെച്ചതാ. എന്നിട്ട് പറയുന്നു നോക്ക് നിങ്ങൾ, കഴുകിയ ശേഷം ഉളു എടുത്താൽ കുടഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞാല് ഇവരെ പിന്നാലെ തുറന്നാ നിൽക്കാറ് ശരിയാവും. നിങ്ങൾ പറയും, ഇതൊക്കെ ഇനി സമസ്തനോട് ചോദിക്കണോ, ഫത്വ ബോർഡിനോട് ചോദിക്കണോ? ഇതാ ഞങ്ങൾ പറയുന്നത്. ഇത് ഒന്നിട്ട് സാമ്പിൾ പറഞ്ഞതാണ്. ഏത് വിഷയത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോ അവരെ തുറന്നാൽ, ഇബാദത്തുകളിൽ അവരെ തുടർന്നാൽ അവരുടെ കാര്യം കഷ്ടമാണ്.